നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗതാഗത നിയമലംഘനം നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷയുമായി കുവൈറ്റ്. ഗുരുതര നിയമലംഘനങ്ങൾ നടത്തിയാൽ 1 വർഷം അധികൃതർ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ പ്രതിദിനം 8 മണിക്കൂർ വീതം കൂലിയില്ലാതെ ജോലി ചെയ്യണം. പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ ഇടനിലക്കാരുടെ ചൂഷണം തടയാൻ നിർദ്ദേശങ്ങളുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. രേഖകളിൽ ഒപ്പിടാനും പാസ്പോർട്ട് റദ്ദാക്കാനുള്ള അപേക്ഷകൾ നൽകാനും അടുത്ത ബന്ധുക്കൾക്കോ അവർ അധികാരപ്പെടുത്തിയോ വ്യക്തികൾക്ക് മാത്രമേ ഇനി കഴിയൂ. പൗരന്മാർക്കും താമസക്കാർക്കും ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പദ്ധതികളുമായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ 8 പുതിയ പ്രത്യേക ക്ലിനിക്കുകൾ തുറക്കും. പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം. അദാനിക്കെതിരായ കേസിലും സംഭൽ സംഘർഷത്തിലും ബഹളം. പാർലമെന്റ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ജനം തള്ളിക്കളഞ്ഞവരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസവും മതേതരത്വവും ഉൾപ്പെടുത്തിയതിനെതിരായ ഹർജികൾ സുപ്രീം കോടതി തള്ളി. ഓസീസിനെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് 295 റൺസിന്റെ കൂറ്റൻ ജയം. 8 വിക്കറ്റ് നേടിയ ബുംറ കളിയിലെ താരം. ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിൽ. IPL താരലേലം പൂർത്തിയായി. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. കുവൈറ്റിൽ ഗതാഗത നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ ഇനി മുതൽ കടുത്ത ശിക്ഷ. പുതിയ ഗതാഗത നിയമത്തിലാണ് കടുത്ത ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നത്. ഗുരുതര ഗതാഗത നിയമലംഘനങ്ങൾ നടത്തിയാൽ നിയമലംഘകർ 1 വർഷം പ്രതിദിനം 8 മണിക്കൂർ വീതം കൂലിയില്ലാതെ ജോലി ചെയ്യേണ്ടി വരും. അധികൃതർ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും ജോലി ചെയ്യേണ്ടി വരിക. സാമൂഹിക സേവനം എന്ന നിലയിലായിരിക്കും ജോലി. ഗുരുതര നിയമലംഘനങ്ങൾ നടത്തുന്നവരുടെ വാഹനങ്ങൾ സർക്കാരിലേക്ക് കണ്ടുകിട്ടാനും പുതിയ ഗതാഗത നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഉയർന്ന വിലയുള്ള ആഡംബര വാഹനങ്ങളായാലും കോടതിയുടെ അനുമതി പ്രകാരം ഇവ സർക്കാരിലേക്ക് കണ്ടുകെട്ടുവാൻ ഗതാഗത വിഭാഗത്തിന് അധികാരമുണ്ടായിരിക്കും. ശിക്ഷയുടെ ഭാഗമായി നിശ്ചിത കാലത്തേക്ക് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ യാർഡുകളിൽ സൂക്ഷിക്കുന്നതിന് പകരം ഉടമയുടെ വീടുകളിലായിരിക്കും സൂക്ഷിക്കുക. ഈ കാലയളവിൽ വാഹനത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിന് വാഹനത്തിൽ പ്രത്യേക ഉപകരണം ഘടിപ്പിക്കും. ഈ ഉപകരണം നീക്കം ചെയ്യുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്താൽ ജയിൽ ശിക്ഷ ഉൾപ്പെടെ ശിക്ഷ ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്നും പുതിയ നിയമത്തിൽ വ്യക്തമാക്കുന്നു. കുവൈറ്റിലെ മന്ത്രിസഭ അംഗീകരിച്ച വിദേശികളുടെ താമസ സ്ഥലം സംബന്ധിച്ച പുതിയ കരട് നിയമത്തിൽ റെസിഡന്റ് വ്യാപാരികൾക്കും നിയമലംഘകർക്കും 5 വർഷം തടവും 10,000 ദിനാർ വരെ പിഴയും. പുതിയ നിയമം അനുസരിച്ച് ഹോട്ടലുകളുടെയും ഫർണിഷ് അപ്പാർട്ട്മെന്റുകളുടെയും മാനേജർമാർ താമസക്കാർ വന്ന് 24 മണിക്കൂറിനുള്ളിൽ അവരുടെ സ്ഥാപനങ്ങളിൽ താമസിക്കുന്നതോ പുറത്തു പോകുന്നതോ ആയ വിദേശികളുടെ വിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിലെ അതോറിറ്റിയെ അറിയിക്കുകയും റെക്കോർഡുകൾ സൂക്ഷിക്കുകയും വേണം. അവർ അവിടെ താമസിച്ചതുമായി ബന്ധപ്പെട്ട രേഖകളും ഇതോടൊപ്പം ഹാജരാക്കണം. വിദേശിയുടെ പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ വിദേശി 2 ആഴ്ചയ്ക്കുള്ളിൽ ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. സന്ദർശനാവശ്യത്തിനായി കുവൈറ്റിൽ പ്രവേശിക്കുന്ന ഒരു വിദേശിക്ക് 3 മാസത്തിൽ കൂടാത്ത കാലയളവ് അവിടെ തുടരാം. എന്നാൽ കാലാവധി കഴിയുമ്പോൾ അയാൾ കുവൈറ്റ് വിടണം. പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ ഇടനില നിൽക്കുന്നവരുടെ ചൂഷണത്തെ തടയാനുള്ള നിർദ്ദേശങ്ങളുമായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. അടുത്ത ബന്ധുക്കൾക്കോ അവർ അധികാരപ്പെടുത്തിയ വ്യക്തികൾക്കോ മാത്രമേ ആവശ്യമായ രേഖകളിൽ ഒപ്പിടാനും പാസ്പോർട്ട് റദ്ദാക്കാനുള്ള അപേക്ഷകൾ നൽകാനും സാധിക്കൂവെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചെലവുകൾക്കായി തുക അനുവദിക്കുന്നതിന് മരണപ്പെട്ടയാളുടെ പഞ്ചായത്തിൽ നിന്നുൾപ്പെടെയുള്ള രേഖകൾ ആവശ്യമാണെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കി. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനായി ബന്ധുക്കളെ ചൂഷണം ചെയ്ത് പണം തട്ടുന്ന ഇടനിലക്കാരെക്കുറിച്ചുള്ള പരാതികൾ വ്യാപകമായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിക്രമങ്ങൾ കർശനമാക്കിയതെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെ പൗരന്മാർക്കും താമസക്കാർക്കും നൽകുന്ന ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ 8 പുതിയ പ്രത്യേക ക്ലിനിക്കുകൾ തുറക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം.
ആരോഗ്യ സംരക്ഷണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പാർപ്പിട മേഖലകൾക്ക് സമീപം മെഡിക്കൽ സേവനങ്ങൾ നൽകുന്നതും ലക്ഷ്യമിട്ട് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അബ്ദുൽ വഹാബ് അൽ അവാദിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിപുലീകരണം. പുതിയ ക്ലിനിക്കുകളിൽ ജഹറ, അഹമ്മദി, ക്യാപിറ്റൽ ഹെൽത്ത് മേഖലകളിലായി നിരവധി സ്പെഷ്യാലിറ്റികൾ ഉൾപ്പെടുന്നു. കൂടാതെ പ്രമേഹവും വിട്ടുമാറാത്ത രോഗങ്ങളും ഓസ്റ്റിയോപൊറോസിസ്, കുട്ടികളുടെ ചികിത്സ തുടങ്ങിയ വിവിധ മേഖലകളും ഉൾക്കൊള്ളുന്നുണ്ട്. കുവൈറ്റിലെ ഒറ്റപ്പെട്ട മേഖലകളിൽ കഴിയുന്ന ഇന്ത്യക്കാർക്കായി സേവനത്തിനായി ഇന്ത്യൻ എംബസി നവംബർ 29 വെള്ളിയാഴ്ച കോൺസുലാർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഓൺലൈൻ ഫോറം പൂരിപ്പിക്കൽ, ഫോട്ടോഗ്രാഫ് അടക്കം പാസ്പോർട്ട് പുതുക്കൽ, ബന്ധുത്വ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് പതിപ്പ്, പവർ ഓഫ് അറ്റോർണി, ഒപ്പ്, സാക്ഷ്യപ്പെടുത്തൽ, മറ്റ് സാക്ഷ്യപത്രങ്ങൾ, തൊഴിൽ സംബന്ധമായ പരാതികൾ എന്നീ സേവനങ്ങൾ കോൺസുലാർ സർവീസിൽ ലഭ്യമാകും. കൂടാതെ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ വൈദ്യ പരിശോധനയും ലഭ്യമാക്കും. നിശ്ചിത ഫീസുകൾ ക്യാഷായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് എംബസി പത്രക്കുറിപ്പിൽ അറിയിച്ചു. അടുത്ത വെള്ളിയാഴ്ച വഫ്ര കോഓപ്പറേറ്റിന് സമീപത്തെ ഫൈസൽ ഫാമിലാണ് എംബസിയുടെ സേവനം ലഭിക്കുക. രാവിലെ 9:30 മുതൽ 3:30 വരെയാണ് കോൺസുലാർ ക്യാമ്പ് നടക്കുന്നത്. ദുബായിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും സ്മാർട്ടായി. 141 ബസ് ഷെൽട്ടറുകളാണ് ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ചത്. ആകെയുള്ള 762 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ബാക്കിയുള്ളവയുടെ നവീകരണം അടുത്ത വർഷത്തോടെ പൂർത്തിയാകുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. അംഗപരിമിത സൗഹൃദമായി നവീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ബസ് സമയം, റൂട്ട് മാപ്പ് എന്നിവ വേഗത്തിലറിയാനുള്ള സൗകര്യമുണ്ട്. പൊതുഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ദുബായ് നിവാസികൾക്കും സന്ദർശകർക്കും മികച്ച സേവനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പരിഷ്കാരങ്ങളെന്ന് RTA ചെയർമാൻ മത്തർ അൽ തായർ പറഞ്ഞു. സൗദിയിൽ ഭക്ഷ്യവിഷബാധ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പക്ഷം ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ സൗദി അറേബ്യയ്ക്ക് പുറത്തേക്ക് പോകാൻ സ്ഥാപനങ്ങൾ അനുവദിക്കാൻ പാടില്ലെന്ന് സൗദി ഫുഡ്സ് ആൻഡ് ഡ്രഗ് അതോറിറ്റി കർശന നിർദ്ദേശം നൽകി. ഇത്തരം സാഹചര്യങ്ങളിൽ സ്ഥാപനങ്ങൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ അതോറിറ്റി പുറപ്പെടുവിച്ചു. ഭക്ഷ്യവിഷബാധ സംഭവിച്ചാൽ സ്ഥാപനങ്ങളിലെ ഉപകരണങ്ങളും പാത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും വൃത്തിയാക്കുന്നതിനും നശിപ്പിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും വിലക്കുണ്ട്. സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പേര് വിവരങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് സമർപ്പിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അധ്യക്ഷനെന്ന നിലയിൽ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും എന്നാൽ താൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നത് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. പാലക്കാട് അടക്കം 3 മണ്ഡലങ്ങളിലെയും പരാജയ കാരണവും ഒപ്പം പരസ്യ പ്രസ്താവനകളും പരിശോധിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ പാലക്കാട് പാർട്ടി ഘടകത്തിൽ കെ സുരേന്ദ്രനെതിരെ വിമർശനം രൂക്ഷമാകുന്ന ഘട്ടത്തിലാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത്. പാലക്കാട് വോട്ട് ശതമാനം ഉയർത്താൻ BJPക്ക് കഴിഞ്ഞില്ലെന്ന് തുറന്നു സമ്മതിച്ച കെ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ ശരിയായ വിലയിരുത്തൽ നടത്തുമെന്നും പറഞ്ഞു. പാലക്കാട് അടിസ്ഥാന വോട്ട് ബാങ്ക് നിലനിർത്തി, പക്ഷേ പുതിയ വോട്ടുകളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ശരിയായ നിലയിൽ ഞങ്ങൾ വിലയിരുത്തും. ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ് പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന് അത്രയും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതൊരു വസ്തുത, സമാഹരിക്കാൻ കഴിയാതെ പോയത്? ഇതിനെല്ലാം വിശദമായിട്ട് ഓരോ ഇഞ്ചും ഓരോ ബൂത്തിലും ശരിയായ വിശകലനം നടത്തി, പരിശോധന നടത്തി എല്ലാ കാലങ്ങളിലും ഞങ്ങൾ ചെയ്തത്. പാലക്കാട് അടക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റിയില്ലെന്ന് വ്യക്തമാക്കിയ കെ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ തുടക്കം മുതൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചതായും ആരോപിച്ചു. സ്ഥാനാർത്ഥി നിർണയം ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന പതിവ് ഭാരതീയ ജനതാ പാർട്ടിയിലില്ല. 3000 വോട്ടിൽ നിന്ന് 50,000 വോട്ടിലേക്ക് മലമ്പുഴ പോലുള്ള ഒരു ചുവപ്പ് കോട്ടയിൽ വെന്നിക്കൊടി പാറിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. ഇപ്പോൾ പരാജയപ്പെടുമ്പോൾ എല്ലാം അദ്ദേഹം മോശക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ, അധ്യക്ഷൻ എന്ന നിലയിൽ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും എന്നാൽ താൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നത് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നും ഇക്കാര്യത്തിൽ ഉയർന്ന വാർത്തകളോട് പ്രതികരിച്ച കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. എല്ലാവരും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിലും പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ്. എൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം, ഓഡിറ്റ് ചെയ്യപ്പെടും. ഞാൻ ശരിയായ നിലയിലല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും. ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അതിന് യാതൊരു തടസ്സവും എൻ്റെ ഭാഗത്തുനിന്നില്ല.
പാലക്കാട്ടെ പാർട്ടി നേതാക്കൾ ഇപ്പോൾ ഉയർത്തുന്ന പരസ്യ പ്രസ്താവനകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇതായിരുന്നു സംസ്ഥാന അധ്യക്ഷന്റെ മറുപടി. പരസ്യ പ്രസ്താവനകൾ നടത്തിയവരെ കുറിച്ചും എല്ലാം പരിശോധിക്കും. പാർട്ടിക്കകത്ത് ഒരു സംവിധാനമുണ്ട്, ആ സംവിധാനത്തിന് മുകളിൽ പ്രവർത്തിച്ചവർ ആരാണെങ്കിലും പരിശോധിക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ കൊച്ചിയിൽ പാർട്ടി സംസ്ഥാന ഭാരവാഹികളുടെ യോഗം നടക്കാനിരിക്കെ തനിക്കെതിരെ ഉയർന്നേക്കാവുന്ന വിമർശനങ്ങൾക്ക് തടയിടുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തന്റെ പ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്യപ്പെടണം എന്ന് അധ്യക്ഷസ്ഥാനത്ത് നിന്ന് ഒഴിയണോ തുടരണോ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞുവെച്ചത് പാർട്ടിയിൽ താൻ ഒറ്റപ്പെടുന്നു എന്ന ബോധ്യത്തിലാണ്. നോക്കൂ, വി മുരളീധരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവിനെയും എന്നെയും തമ്മിൽ തെറ്റിക്കാനാണ് നിങ്ങളുടെ പുതിയ ഉദ്ദേശമെങ്കിൽ അത് നടപ്പില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും 3 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. പക്ഷേ പിറവം ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചാണ്. അന്ന് കിട്ടിയത് 2000 വോട്ടാണ്. അന്ന് ആരും ശ്രീ വി മുരളീധരൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. വി മുരളീധരൻ അധ്യക്ഷനായ സമയത്ത് പിറവത്ത് 2000 വോട്ടുകളാണ് BJPക്ക് കിട്ടിയത്. അന്ന് വി മുരളീധരനോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ താൻ രാജിവെക്കണമെന്ന ആവശ്യം ചില കോണുകളിൽ നിന്ന് ഉയരുന്നതിനു പിന്നിൽ വ്യക്തമായ അജണ്ട ഉണ്ടെന്ന് വിലയിരുത്തുകയാണ് കെ സുരേന്ദ്രൻ. തന്റെ പ്രവർത്തനത്തിൽ വീഴ്ചകളുണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്യപ്പെടണമെന്നും അധ്യക്ഷ സ്ഥാനത്ത് ഒഴിയണോ തുടരണോ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞുവെച്ചത് പാർട്ടിയിൽ താൻ ഒറ്റപ്പെടുന്നു എന്ന ബോധ്യത്തിൽ തന്നെയാണ്. കൊച്ചിയിൽ ചേരുന്ന സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ ഉയർന്നേക്കാവുന്ന വിമർശനത്തെ മുൻകൂട്ടി തടയുകയാണ് വാർത്താ സമ്മേളനത്തിലൂടെ കെ സുരേന്ദ്രൻ നടത്തിയത്. തീർന്നില്ല. പാലക്കാട് പരാജയത്തിന്റെ പേരിൽ പരസ്യ പ്രസ്താവനകൾ നടത്തിയവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും എന്നുകൂടി പരോക്ഷമായി കെ സുരേന്ദ്രൻ പറയുമ്പോൾ പാർട്ടി ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്, കോഴിക്കോട്. പാലക്കാട് തോൽവിയെ ചൊല്ലി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ രാജിസന്നദ്ധതയ്ക്ക് പിന്നാലെ ജില്ലാ ഘടകത്തിൽ ചേരിപ്പോര് രൂക്ഷമാകുന്നു. വോട്ട് ചോർച്ചയിൽ നഗരസഭാ കൗൺസിലർമാരെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ ഒറ്റക്കെട്ടായി എതിർക്കുകയാണ് ജില്ലയിലെ മറുവിഭാഗം. സി കൃഷ്ണകുമാറിനെതിരെ ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ പരസ്യമായി രംഗത്ത് വന്നു. സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന വിമർശനമുയർത്തി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും മാധ്യമങ്ങളെ കണ്ടു. എ ക്ലാസ് മണ്ഡലത്തിൽ ജയിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടായിട്ടും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണ് അടിപതറാൻ കാരണമായതെന്ന അതിരൂക്ഷ വിമർശനം പാർട്ടിക്കുള്ളിൽ മറനീക്കി പുറത്തുവരുന്നു. ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം ദേശീയ നേതൃത്വത്തോട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം മുന്നോട്ട് വെച്ചിട്ടും അതിനെ തടയിട്ട് സംസ്ഥാന നേതൃത്വം സി കൃഷ്ണകുമാറിന് അവസരം നൽകിയെന്നാണ് മറുവിഭാഗം ആരോപിക്കുന്നത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഉണ്ടായ കനത്ത ആഘാതത്തിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിലും സി കൃഷ്ണകുമാറിലും അടിച്ചേൽപ്പിക്കുകയാണ് ജില്ലാ ഘടകം. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേശീയ നേതൃത്വത്തോട് രാജ്യസന്നദ്ധത കെ സുരേന്ദ്രൻ അറിയിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും തോൽവിയുടെ യഥാർത്ഥ കാരണം നഗരസഭയുടെ മേൽ സുരേന്ദ്രപക്ഷം കെട്ടിവെക്കുകയാണ്. ഇതിനെതിരെ പരസ്യമായി നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ രംഗത്തു വന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണ് തോൽവിക്ക് കാരണമെന്നും ഒരു വ്യക്തി തുടർച്ചയായി മത്സരരംഗത്ത് വരുന്നതിനെ പാർട്ടി അംഗങ്ങൾ പോലും എതിർത്തിരുന്നുവെന്നും നഗരസഭാ അധ്യക്ഷ വിമർശിച്ചു. സി കൃഷ്ണകുമാറിനെതിരെ സാമ്പത്തിക ആരോപണം ഉയർത്തി ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ രംഗത്തു വന്നു. തോൽവിയുടെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനും സി കൃഷ്ണകുമാറിനുമാണെന്നും അത് കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെക്കേണ്ടെന്നും N ശിവരാജൻ വിമർശിച്ചു. പാലക്കാടിന്റെ ചുമതലയുള്ള പ്രഭാരി രഘുനാഥ പ്രചാരണ സമയത്തുടനീളം AC മുറിയിൽ കഴിയുകയായിരുന്നുവെന്ന രൂക്ഷ വിമർശനവും N ശിവരാജ് ഉന്നയിച്ചു. തോൽവിയെ ചൊല്ലിയുള്ള ജില്ലാ ഘടകത്തിന്റെ പൊട്ടിത്തെറി നാളെ ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ നേതാക്കൾ വിശദീകരിക്കേണ്ടി വരും. അതേസമയം കെ സുരേന്ദ്രന്റെ രാജിസന്നദ്ധതയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തള്ളി ദേശീയ നേതൃത്വം രംഗത്ത് വന്നെങ്കിലും സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഉടനടി ഒരു സ്ഥാനചലനം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇല്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ 15 വർഷം മുമ്പ് ആ സ്ഥാനത്ത് നിന്നും താൻ ഒഴിഞ്ഞതാണെന്നും പാർട്ടി തനിക്ക് മറ്റു പല ചുമതലകളും നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് തോന്നിയെന്നിരിക്കട്ടെ, അങ്ങനെയുള്ള ഘട്ടത്തിൽ ഞാൻ പറയും. അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ട സ്ഥലത്താണ് പ്രകടിപ്പിക്കുക. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം 15 വർഷം മുമ്പ് ഞാൻ ഒഴിഞ്ഞതാണ്. ഇനി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ തിരിച്ചില്ല. പാർട്ടി എനിക്ക് ധാരാളം ചുമതലകളല്ലാതെ തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നിട്ടുണ്ട്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും പിരിഞ്ഞു. ഗൗതം അദാനിക്കെതിരായ കൈക്കൂലി ഇടപാട് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ബുധനാഴ്ച ഇരുസഭകളും വീണ്ടും ചേരും.
ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സഭാംഗങ്ങൾക്ക് ആശംസകൾ നേർന്നും അന്തരിച്ച അംഗങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുമാണ് ശീതകാല സമ്മേളനം ആരംഭിച്ചത്. എന്നാൽ തൊട്ടുപിന്നാലെ ലോക്സഭയിലെ അംഗങ്ങൾ അദാനി വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബഹളം തുടങ്ങി. തുടർന്ന് സഭ 12 മണിവരെ നിർത്തിവെച്ചു. പിന്നീട് 12 മണിയോടെ സഭ വീണ്ടും ചേർന്നെങ്കിലും സംഭാലിലെ സംഘർഷ വിഷയം പ്രതിപക്ഷം ഉയർത്തി. അദാനിക്കെതിരെ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ പിരിഞ്ഞു. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ JPC അന്വേഷണം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ പ്രതിഷേധവും അരങ്ങേറി. പ്രതിപക്ഷം രാഷ്ട്രീയ നേട്ടത്തിനായി പാർലമെന്റിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്നും ജനങ്ങൾ തിരസ്കരിച്ചവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുമ്പായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. दुर्भाग्य से कुछ लोगों ने अपने राजनीतिक स्वार्थ के लिए जिनको जनता ने अस्वीकार किया है, देश संसद को भी मुट्ठी भर लोगों के हुड़दंगबाजी से कंट्रोल करने का लगातार प्रयास कर रहे हैं. ചൊവ്വാഴ്ച ഭരണഘടനാ ദിനമായതിനാൽ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സമ്മേളനം നടക്കും. ചടങ്ങിലെ പ്രാസംഗികരുടെ പട്ടികയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരില്ലാത്തത് പ്രതിപക്ഷ വിമർശനത്തിനും കാരണമായിട്ടുണ്ട്. ദുരന്ത നിവാരണ ഭേദഗതി ബിൽ, വഖഫ് നിയമ ഭേദഗതി ഉൾപ്പെടെ 16 ബില്ലുകളാണ് പാർലമെന്റിന്റെ ഈ സമ്മേളനത്തിൽ പരിഗണിക്കുക. ന്യൂസ് ഡെസ്ക് അമൃത TV. ഭരണഘടനയുടെ ആമുഖം പാർലമെന്റിന് ഭേദഗതി ചെയ്യാമെന്ന് സുപ്രീംകോടതി. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയത് സുപ്രീംകോടതി ശരിവെച്ചു. ഇതിനെതിരായ ഹർജികൾ സുപ്രീംകോടതി തള്ളി. ആമുഖം ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. 1976 42-ാം ഭേദഗതി പ്രകാരം സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയത് ചോദ്യം ചെയ്ത് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികളാണ് തള്ളിയത്. സൗദിയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ജിദ്ദയുടെ പല ഭാഗത്തും ശക്തമായ മഴ. ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുൻകരുതൽ സ്വീകരിക്കണമെന്നും അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. റുവൈസ്, അൽഹംറ, ഷറഫിയ തുടങ്ങിയ ജിദ്ദയുടെ വിവിധ സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ മഴ പെയ്തു. സൗദിയിലെ ഭൂരിഭാഗം പ്രവിശ്യകളിലും മഴ തുടരുമെന്നും അൽബാഹയിലും മക്ക പ്രവിശ്യയുടെ ചില ഭാഗങ്ങളിലും ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ഡിസംബർ 1 മുതൽ സൗദിയിൽ ശൈത്യകാലം ആരംഭിക്കും. UAEയിൽ താമസിച്ചിരുന്ന ജൂദ റബ്ബിയുടെ കൊലപാതകത്തിൽ 3 ഉസ്ബെക്ക് പൗരന്മാരെ അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ നവംബർ 21-നാണ് സിക്കോഗൻ എന്ന ഇസ്രായേൽ മാൽഡോവ ഇരട്ട പൗരത്വമുള്ള ജൂദ റബ്ബിയെ കാണാതായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകം സ്ഥിരീകരിക്കുകയും സംഭവത്തിൽ ഉൾപ്പെട്ടുവെന്ന് കരുതുന്ന ഉസ്ബെക്ക് സ്വദേശികളായ 3 പേരെ പിടികൂടുകയായിരുന്നു. സ്വീകോഗനെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ UAE നിയോഗിച്ചിരുന്നു. അന്വേഷണം ആരംഭിച്ച് മണിക്കൂറുകൾക്കകമാണ് സംഭവത്തിൽ ഉൾപ്പെട്ടുവെന്ന് സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്തത്. കോഗന്റെ തിരോധാനവും കൊല്ലപ്പെട്ടുവെന്ന സ്ഥിരീകരണവും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വാർത്തയായിരുന്നു. UAEയിലെ പൗരന്മാരുടെയും താമസക്കാരുടെയും സന്ദർശകരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് UAE ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജിദ്ദ പാലക്കാട് ജില്ലാ KMCC നവംബർ 28 വ്യാഴം മുതൽ 10 മണി മുതൽ ജിദ്ദ മഹർ എംബർ സ്റ്റേഡിയത്തിൽ വെച്ച് 1ാമത് ഏകദിന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ജിദ്ദയിലെ പ്രമുഖരായ 8 ടീമുകൾ പങ്കെടുക്കുന്ന ഈ ടൂർണമെന്റിനോടനുബന്ധിച്ച് വിവിധ കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികളും മാർച്ച് പാസ്റ്റും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹബീബുള്ള പട്ടാമ്പി, കുഞ്ഞു മുഹമ്മദ്, ഷഹീൻ തച്ചമ്പാറ, യൂസഫ് അലി തിരുവേഗപ്പുറ, ഹുസൈൻ കരിങ്കറ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുട്ടിപ്പാട്ട്, എംബസി സ്കൂൾ ടീം അണിയിച്ചൊരുക്കുന്ന ബാൻഡ് വാദ്യം, മണ്ണാർക്കാട് ബോയ്സ് അവതരിപ്പിക്കുന്ന കോൽക്കളി, ഒപ്പന തുടങ്ങിയ പരിപാടികൾ കാണികൾക്ക് വേറിട്ട അനുഭവം സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, ആന്റി മൈക്രോബിയൽ റെസിഡൻസ് ബോധവൽക്കരണ വാരത്തിന്റെ ഭാഗമായി അമൃത വിശ്വവിദ്യാപീഠം കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ സംഘടിപ്പിച്ച അമൃത ലീജൻ ആന്റി മൈക്രോബിയൽ റെസിഡന്റ് മാനേജ്മെന്റ് സമാപിച്ചു. ഇന്റർനാഷണൽ സിംബോസിയം, വാക്ക് ദി ടോക്ക്, പവലിയനുകൾ തുടങ്ങി നിരവധി പരിപാടികളാണ് അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അലാം 2024 ഒരുക്കിയത്. യൂറോപ്പ് മാതാ അമൃതാനന്ദമയി സെന്റർ ഡയറക്ടർ സ്വാമി ശുഭാമൃതാനന്ദപുരിയാണ് അലാം 2024 ഉദ്ഘാടനം നിർവഹിച്ചത്. അമൃത വിശ്വവിദ്യാപീഠം കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ കേരള സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം ഡയറക്ടർ ഡോക്ടർ സാബു തോമസ്, ബാംഗ്ലൂർ CCAM CEO-യും ഡയറക്ടറുമായ ഡോക്ടർ തസ്ലീം ആരിഫ് സയ്യിദ്, അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജി ഡീൻ ഡോക്ടർ ബിപിൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ മുൻ ചീഫ് സയന്റിസ്റ്റും മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലും
MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ചെയർപേഴ്സണുമായ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. 2 ദിവസങ്ങളിലായി നടന്ന ഇന്റർനാഷണൽ സിമ്പോസിയത്തിൽ USA A&M യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ ജേസൺ ഗിൽ, കാലിഫോർണിയ സാന്റിയാഗോ മൈക്രോബ് സിസ്റ്റംസ് ആൻഡ് തെറാപ്പിസ്റ്റിക്സ് വിഭാഗം ചീഫ് ഡോക്ടർ വിക്ടർ നിസറ്റ്, ചണ്ഡീഗഡ് CSIR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈക്രോബിയൽ ടെക്നോളജി സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ അൻഷു ഭരദ്വാജ് തുടങ്ങി ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നിരവധി പേർ പങ്കെടുത്തു. നവംബർ 18 മുതൽ 24 വരെ ലോകവ്യാപകമായി ആചരിക്കുന്ന AMR ബോധവൽക്കരണ വാരത്തിന്റെ ഭാഗമായി അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജി സംഘടിപ്പിച്ച വാക് ദി ടോക്ക് ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. AMR ബോധവൽക്കരണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതിനായി തയ്യാറാക്കിയ പ്രത്യേക പവലിയനും പ്രദർശനവും അലാം 2024 മുഖ്യ ആകർഷണങ്ങളായി. വിദ്യാർത്ഥികളിൽ ഇന്റർ ഡിസിപ്ലിനറി ആശയങ്ങളും ഗവേഷണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ സൊസൈറ്റി ഫോർ ഇന്റർ ഡിസിപ്ലിനറി ബയോളജിസ്റ്റ് പ്ലാറ്റ്ഫോമിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. അമൃത ന്യൂസ്, കൊല്ലം. ശരണാമൃതം സമർപ്പിക്കുന്നത് GDS ഉപാസന അഗർബത്തീസ്. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മണ്ഡല മഹോത്സവത്തിന് നട തുറന്നിട്ട് 10 ദിവസം പിന്നിട്ടതോടെ കാനനപാതയിലെ തിരക്കും കൂടുകയാണ്. ദിവസവും ആയിരക്കണക്കിന് ഭക്തരാണ് കാടിന്റെ ഭംഗി നുകർന്ന് അയ്യനെ കാണാൻ എത്തുന്നത്. എരുമേലി കാളകെട്ടി അഴുത കരിമല വഴി എത്തുന്നതാണ് പ്രധാന കാനനപാത. സത്രത്തിൽ നിന്ന് പുല്ലുമേട് വഴി നേരെ സന്നിധാനത്ത് എത്തുന്നതാണ് രണ്ടാമത്തെ പാത. രണ്ടും കാട് തെളിച്ചാണ് തീർത്ഥാടനത്തിനായി തുറന്നു കൊടുത്തത്. തീർത്ഥാടനം തുടങ്ങി 10 നാൾ പിന്നിട്ടതോടെ കാനനപാത സജീവമായി. 2 പാതകളിലുമായി ഇതുവരെ 10,000-ഓളം തീർത്ഥാടകരാണ് എത്തിയത്. അഴുതക്കടവ്, സത്രം എന്നിവിടങ്ങളിൽ രാവിലെ 7-ന് കാനനപാത തുറക്കും. അഴുതക്കടവിൽ നിന്ന് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയും സത്രത്തിൽ നിന്ന് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 വരെയുമാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. ഭക്തിക്കൊപ്പം കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന യാത്ര തീർത്ഥാടകർക്കും ഏറെ പ്രിയങ്കരം. ക്ഷീണം മുഴുവൻ മാറും, ഉന്മേഷം ഉണ്ടാകും. അയ്യപ്പനെ കണ്ട് പുണ്യം നേടാനുള്ളൊരു ഭാഗ്യമായിട്ട് ഇവിടെ കുളിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് അനുഭവമുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു നല്ല ഉണർവ് കിട്ടാനായിട്ട് ഇവിടെ കൂടി കുളിച്ച്. പാതയിൽ തീർത്ഥാടകർക്കാവശ്യമായ സഹായത്തിനായി വിവിധ സർക്കാർ വകുപ്പുകളും തയ്യാറെടുപ്പുകളുമായി രംഗത്തുണ്ട്. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി വനം വകുപ്പും പ്രത്യേക ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പാതയുടെ പല ഭാഗങ്ങളിലും ഭക്തർക്കാവശ്യമായ ലഘുഭക്ഷണം, ശീതളപാനീയം, പഴവർഗ്ഗങ്ങൾ എന്നിവയും ലഭ്യമാക്കിയിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ സന്ധ്യയ്ക്ക് മുൻപ് സുരക്ഷിത കേന്ദ്രങ്ങളിലെത്താൻ കഴിയുന്ന വിധത്തിലാണ് തീർത്ഥാടകരെ അഴുതക്കടവിൽ നിന്നും സത്രത്തിൽ നിന്നും കടത്തിവിടുന്നത്. അഴുതക്കടവിൽ നിന്നും 4 മണിക്കൂറും സത്രത്തിൽ നിന്ന് 3 മണിക്കൂറും വേണം സന്നിധാനത്തെത്താൻ. തീർത്ഥാടനം പുരോഗമിക്കുന്നതോടെ കൂടുതൽ ഭക്തർ കാനനപാത വഴി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് വിവിധ വകുപ്പുകൾ. ക്യാമറമാൻ P. ശശികാന്തിനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്, സന്നിധാനം. IPL 2025 സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലം സൗദിയിൽ പൂർത്തിയായി. 2ാം ദിവസത്തെ വിലയേറിയ താരമായി ഭുവനേശ്വർ കുമാർ. 10,75 ലക്ഷം രൂപയ്ക്ക് റോയൽ ചലഞ്ചേഴ്സാണ് ഭുവനേശ്വർ കുമാറിനെ സ്വന്തമാക്കിയത്. അതേസമയം IPL താരലേലത്തിൽ യുവതാരം പൃഥ്വി ഷായെ ആരും ടീമിലെടുത്തില്ല. 75 ലക്ഷം രൂപയായിരുന്നു പൃഥ്വി ഷായുടെ അടിസ്ഥാന വില. മുൻ ഇന്ത്യൻ താരം അജിങ്ക്യ രഹാനെയ്ക്കും IPL-ൽ ആവശ്യക്കാരുണ്ടായില്ല. അത് പഞ്ചാബ് കിങ്സ് താരമായിരുന്ന മായങ്ക് അഗർവാളിനും ചെന്നൈ സൂപ്പർ കിങ്സ് താരമായിരുന്ന ഷാർദുൽ ഠാക്കൂറിനും വിക്കറ്റ് കീപ്പർ ശ്രീകർ ഭരത്തിനും ലേലത്തിൽ ആവശ്യക്കാരുണ്ടായില്ല. വിദേശ താരങ്ങളിൽ ന്യൂസിലൻഡ് താരങ്ങളായ കെയ്ൻ വില്യംസിനെയും ഗ്രെൻ ഫിലിപ്സിനെയും ഡാനൽ മിച്ചലിനെയും ആരും ടീമിലെടുത്തില്ല. ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താര ലേലമാണ് 2 ദിവസമായി ജിദ്ദയിൽ നടന്നത്. IPL ചരിത്രത്തിലെ വിലയേറിയ താരമായി ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 27 കോടി രൂപയ്ക്ക് ലക്നൌവാണ് ഋഷഭ് പന്തിനെ ടീമിലെത്തിച്ചത്. ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്ക് രാജകീയ ജയം. 295 റൺസിനായിരുന്നു ഇന്ത്യയുടെ വിജയം. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തി. പെർത്തിലെ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ തുടക്കം ഇന്ത്യയുടെ വരുതിയിലായിരുന്നില്ലെങ്കിലും ഒടുക്കം ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യക്ക് നാണക്കേടിന്റെ തുടക്കമായിരുന്നു. 150 റൺസിന് ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് അവസാനിച്ചു. ഇന്ത്യയെ ചെറിയ സ്കോറിൽ എറിഞ്ഞിട്ട സന്തോഷത്തിൽ ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് കണക്കുകൂട്ടലുകൾ തെറ്റി. ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ബൗളിംഗ് നിര ഓസ്ട്രേലിയയ്ക്ക് മറുപടി നൽകി. ഓസ്ട്രേലിയ 104 റൺസിന് പുറത്ത്. പേസ് പിച്ചിൽ ബാറ്റിംഗ് കരുതലോടെ വേണമെന്ന തീരുമാനത്തിൽ ഇന്ത്യ 2ാം ഇന്നിംഗ്സ് തുടങ്ങി. ആ കരുതൽ ഫലം കണ്ടു.
യശസ്വി ജയ്സ്വാൾ, രാഹുൽ, വിരാട് കോഹ്ലി എന്നിവർ ബാറ്റിംഗ് നന്നായി ആസ്വദിച്ചു. ജയ്സ്വാൾ 161 റൺസും രാഹുൽ 77 റൺസും വിരാട് കോഹ്ലി പുറത്താകാതെ 100 റൺസും നേടിയപ്പോൾ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് 487-ൽ 6 വിക്കറ്റ് മാത്രം നഷ്ടമായിരിക്കെ ഡിക്ലെയർ ചെയ്തു. ഓസ്ട്രേലിയയുടെ വിജയലക്ഷ്യം 534. രണ്ടാം ഇന്നിംഗ്സിലും തകർച്ചയോടെയായിരുന്നു ഓസ്ട്രേലിയയുടെ തുടക്കം. 12 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റുകൾ നഷ്ടമായപ്പോൾ കളി മൂന്നാം ദിനം അവസാനിച്ചു. ഇന്ത്യൻ ബൗളിംഗ് നിരയെ പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയാതെ ഓസ്ട്രേലിയൻ ബാറ്റർമാർ എന്തു ചെയ്യുമെന്നതായിരുന്നു കളിയുടെ 4ാം ദിനത്തിലെ കാഴ്ചകൾ. ഇടവേളകളിൽ ഇന്ത്യൻ ബൗളർമാർ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നപ്പോൾ ഓസ്ട്രേലിയ പരാജയഭാരം കുറയ്ക്കാൻ മാത്രമാണ് ശ്രമിച്ചത്. ഒടുവിൽ 238 റൺസിന് ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിംഗ്സും അവസാനിച്ചു. ആദ്യ ടെസ്റ്റിന് ഒരു ദിവസം ശേഷിക്കെ ഇന്ത്യയുടെ വിജയം 295 റൺസിന്. 2 ഇന്നിംഗ്സിലുമായി 8 വിക്കറ്റുകൾ വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. രണ്ടാം ടെസ്റ്റ് ഡിസംബർ 6-ന് ആരംഭിക്കും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.